വോട്ടെടുപ്പിന് ശേഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്താൻ മടിക്കുന്നതോടെ കേരളത്തിലെ തൊഴിൽ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക്. കേരളത്തിലെ തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്നവരിലേറെയും ആസാം, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലായിട്ടും ക്ലീനിങ്, മറ്റ് കുറേ ജോലികൾ അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസാമിലും ബംഗാളിലുമൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവരിൽ ഭൂരിഭാഗം പേരും തിരിച്ചുപോയി. ഭൂരിഭാഗം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 90-95% ആൾക്കാരും തിരിച്ചുപോയി. പക്ഷെ അവർ തിരിച്ച് വരാൻ വിമുഖത കാണിക്കുന്നുണ്ട് പലപ്പോഴും. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലുള്ള എറണാകുളം, പെരുമ്പാവൂർ മേഖലയിൽ ഫ്ലൈവുഡ് നിർമ്മാണ കമ്പനികളും തൊഴിലാളി ക്ഷാമത്താൽ വലയുകയാണ്. എറണാകുളം കഴിഞ്ഞാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ പണിയെടുത്തിരുന്നത് തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലായിരുന്നു. സ്വന്തം നാട്ടിൽ കൂടുതൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനാൽ കൂലി കൂടുതൽ വേണമെന്ന ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നവരും കുറവല്ല. 2-3 മാസം നാട്ടിൽ നിന്ന ശേഷം കേരളത്തിലേക്ക് മടങ്ങുന്ന കാര്യം ആലോചിക്കാമെന്നാണ് ഇവരുടെ നിലപാട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ മടങ്ങിയെത്തുന്നത് വൈകിയാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. ഇവിടത്തെ ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മളിവിടെ ഹോട്ടലില് മലയാളികളെ കിട്ടുന്നേ ഇല്ല. കിട്ടിയാൽ തന്നെ അവര് കൂടി വന്ന 1 മാസമൊക്കെ നിൽക്കുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവര് വിട്ടു പോകും. കേരളത്തിൽ 20 മുതൽ 30 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്ക്. എന്നാൽ സർക്കാരിന്റെ പക്കൽ ഇത് സംബന്ധിച്ച് കൃത്യമായ ഡേറ്റയില്ല.